മഴയൊക്കെ കഴിഞ്ഞ് തണുത്ത് അന്തരീക്ഷം. ഇത്ര വെള്ളമായി. നല്ലൊരു മഴ പെയ്തേ ഉള്ളൂ. കയറിക്കോളും. 2 മഴയും കൂടെ കിട്ടിയ വെള്ളമാവും. ചെരുപ്പ് കഴിയാൻ തോന്നുന്നു. ഫോൺ എടുത്തോ? പൂവുണ്ടോ? അപ്പോൾ എത്ര ദിവസമായി? ഇപ്പോഴാണ് കാണുന്നത്. ചേട്ടാ കണ്ടില്ലെങ്കിലോ എന്നോർത്ത് കാണിച്ചു തന്നാണ്. ഇതൊരു വള്ളിച്ചെടിയാ. വള്ളിച്ചെടി എന്ന് വെച്ചാൽ പക്ക വള്ളിയാ. കിളുത്ത് കഴിഞ്ഞാൽ പിന്നെ പറിച്ച് കളയാൻ പറ്റത്തില്ല. പറമ്പിന്ന് നിറച്ചാവും. ആ മുകളിലോട്ടെല്ലാം പൂവുണ്ട് നിറച്ച്. തേക്ക് നിറച്ചുണ്ടോ പൂവാ, പക്ഷെ കാണാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് അങ്ങ് മുകളിൽ കയറിപ്പോയി. നിറച്ചും പൂവുണ്ട്. മഴയൊക്കെ പെയ്തിങ്ങനെ നടക്കുമ്പോൾ നല്ല രസം. കുറച്ച് ഇതിങ്ങനെ എപ്പോഴും പൊക്കോണ്ടിരിക്കും. ഗ്യാസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു ആപ്പുണ്ട്. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്തൂടെ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത് നമ്മൾ പൈസ അടച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവർക്ക് ഗ്യാസ് തരാതിരിക്കാൻ പറ്റത്തില്ല. എപ്പോഴാണെന്ന് പറഞ്ഞു അവർക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്യണമെന്നുണ്ട് അത് ബുക്ക് ചെയ്തത്. അപ്പം നമുക്ക് എന്നാണെങ്കിലും ഗ്യാസ് കിട്ടും. അതല്ലാതെ പോയെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം തീരുകയും ഭയങ്കര പിടിച്ചുപറിയായതുകൊണ്ട് വലിയ പാടാണ്. അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് 2 കുറ്റി വെച്ച് തന്നു ലാസ്റ്റ്. അതുകൊണ്ട് ഗ്യാസുണ്ട്, ഒരു വിഷയമല്ല. എന്നാണല്ലോ ഒരു 5-8 മാസത്തേന് അത് ഓടും. ആകാശം നല്ല തെളിഞ്ഞാണല്ലോ. പക്ഷെ വിറക് നമ്മുടെ തീരാറായിരിക്കുക. വിറക് തീർന്നു കഴിഞ്ഞാൽ ഇച്ചിരി പണിയുണ്ട്. വിറക് തീർന്നാൽ ചിലപ്പം ഗ്യാസ് അത്രയ്ക്ക് നിൽക്കണമെന്നില്ല. ഒരു നാറ്റിൽ കൂടെ പോകായിരുന്നല്ല. നാറ്റിൽ മൊത്തം വെള്ളം, ഒരു അഴുക്ക് വെള്ളമായിരിക്കും മഴ പെയ്തതിൻ്റെ. ഇന്ന് ഇതിലേ കൂടെ പോകാം. ഇവിടെങ്ങാനും നിന്നാൽ മതി. അജാനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതാണ് ചിലപ്പോൾ അപ്പുറത്ത് പോകണമെങ്കിൽ പിന്നെ കുറച്ചൊക്കെ വെള്ളം കൂടിയിട്ടുണ്ട്. അജയനെ വിളിച്ചിട്ട് എടുത്തില്ല. ഇന്നില്ലെന്ന് തോന്നുന്നു. അജയൻ അപ്പുറത്ത് അവിടെ പോയി നിൽക്കുക 35-ൽ. അവർ വരാൻ താമസിക്കുമെന്നും പറഞ്ഞു. ഫോൺ നമ്പർ പുള്ളിയുടെ കയ്യിലുണ്ടോ? ഫോൺ നമ്പറൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് ലൈവ് ആണോ എന്ന് അറിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പുള്ളിയുടെ ആധാറും ഫോൺ നമ്പർ ആഡ് ചെയ്യാം. ഫോൺ നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ആദ്യം ഒരു OTP ചെയ്യും. ആ OTP പറഞ്ഞാൽ ഫോൺ നമ്പർ ആഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട്
നമ്പർ ആഡ് ചെയ്തിട്ട് വീണ്ടും ഒ ടി പി വരും. ആ ഒ ടി പി പറഞ്ഞു വെച്ചാൽ പയ്യനെ അവിടെ നമ്മുടെ സമയത്ത് കിട്ടണം. ആദ്യമേ പയ്യനെ ഇവിടുത്തെ നമ്പർ ലൈവ് കൊണ്ടൊന്നും അതുകൊണ്ട് നമ്പർ ഫോൺ നമ്പറെല്ലാം വെച്ചിട്ട് പോയിട്ടുണ്ടോ? ഈ ഫോൺ നമ്പർ ലൈവ് ആക്കണം. ലൈവ് ആക്കി നമുക്ക് വരുന്ന സമയത്ത് പുള്ളി അവിടെ കിട്ടുമോ? പുള്ളിയുടെ പേരിലുള്ള നമ്പർ തന്നെ ആയിരിക്കണം, വേറെ നമ്പർ പറ്റും. ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന നമ്പറാണ്. ആധാർ നമ്പറേ അടിക്കുന്നുള്ളൂ. അപ്പോൾ ആ നമ്പർ ഓട്ടോമാറ്റിക്കലി അവിടെ പ്രശ്നം. നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമ്പർ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. തിരക്കുള്ള സമയത്ത് പിടിക്കും. നമ്മുടെ പ്രധാന പരിപാടി ഇത് ചെയ്യുക. അപ്പോൾ ഒരു വട്ടിക്കാർ ചോദിക്കും നിങ്ങൾ എന്നാ കാണിച്ചുകൊണ്ടിരിക്കും. മാത്രം വേറെ എല്ലാം 34BCD സീരീസുള്ള ഒരു വണ്ടിക്ക് നമ്പറില്ല. അന്ന് മൊബൈൽ നമ്പർ ആവശ്യമില്ല. നമ്മൾ ആർ ടി ഓഫീസിൽ നിന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. എവിടെ എവിടെ വന്നാ? ആ പുകയോ? വണ്ടി ഓടും 4623 അവസാനിക്കുന്ന ഫോൺ നമ്പർ അതല്ലേ? അത് ഒരു എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പുള്ളിയെ വിളിച്ചിട്ട് ഒ ടി പി പറഞ്ഞു. അതപ്പം ഞാൻ പറഞ്ഞിട്ട് വരും. അല്ല പറഞ്ഞു അത് ഞാൻ പറഞ്ഞിട്ട് പോകുന്ന വിളിച്ചോ? ഒ ടി പി വന്നിട്ടുണ്ടെന്ന് പറയാൻ പുള്ളിയുടെ പേരിലാണ് അപ്പോൾ വണ്ടി? ഒ ടി പി ഓട്ടുണ്ടോ? വിളിച്ചോ ആ ശരി. ഞാൻ പറഞ്ഞിട്ടാ പോകുന്നേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടാ പോകുന്നത്. ഒ ടി പി വരും പറഞ്ഞാണോ? ചേച്ചി ഒ ടി പി നമ്പർ വന്നോ? ആ 42 എൻ്റെ പേരിലാകുമ്പോൾ അക്കരയാവുമല്ലോ കീരുമേട് വിഷയമൊന്നുമില്ല. എങ്കിലും എന്തൊരു നിയമം അത് വരുമെന്ന് കൂട്ടിക്കോ. ഈ കൂട്ടിക്ക പഞ്ചായത്തുള്ളവർ മാത്രം അവിടെ ഓടിയാൽ മതി വരണമെങ്കിൽ നമ്മൾ തന്നെ എത്തണം. ഇതിപ്പോൾ എത്ര നാളായി ഇങ്ങനെ വിഷയമായിട്ട്? 3 മാസമോ? ആർക്കും അറിയത്തില്ലല്ലേ, എടുക്കാൻ വരുമ്പോഴേ അറിയുന്നത്. മെസ്സേജിനകത്ത് രജിസ്റ്റേർഡ് നമ്പർ വേണം, ഒ ടി പി നിർബന്ധമാണ്. ഇല്ലാത്തവർ ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടോ? അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല.
ഇവിടെ പഠിച്ചാ റവന്യൂ വകുപ്പ്. വെളിയിലുള്ളവരുടെ വണ്ടിയൊക്കെ പുക പരിശോധിക്കാൻ നേരം OTPയും കാര്യങ്ങളും ഒക്കെ വേണം. അപ്പം അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ ഇവിടെ ഇല്ലെങ്കിൽ പണിയാണ്. വേണ്ട ഉണ്ട്, പണിക്ക് പോകുന്നുണ്ട്. കുട്ടിക്കാനതാ പോകാൻ വണ്ടി ശരി. ഒമ്പത് മണി കഴിഞ്ഞാൽ സാധനമാണ് വണ്ടി പുക പരിശോധിക്കാൻ വന്നതാണ്. പുള്ളിയുടെ വണ്ടിയുടെ ഓണർ പുറത്താണ്, വെട്ടിരിക്കുക. കുറേ നേരം അവിടെ നിൽക്കുന്നു. ഒന്നും നടപടിയില്ല. 2-3 പേര് ഇപ്പോൾ എടുത്തിട്ട് പോയി. 9:05 അപ്പുറത്തെ ഭയങ്കര വെയിലാണ്. ഇടുക്കി ജില്ലയിൽ നിന്ന് കോട്ടയം ജില്ലയിലോട്ട് കയറുന്ന സ്ഥലമായതുകൊണ്ടല്ലോ ഇത്രയും കുഞ്ഞുങ്ങൾ. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അടച്ചിട്ട് പാപ്പച്ചൻ്റെ ഒരു ഇന്നോവ അങ്ങോട്ട് വരുന്നുണ്ട്. ആ ഗേറ്റിൻ്റെ അങ്ങോട്ടൊന്ന് ഇറങ്ങിയൊക്കെയാണ് നല്ല വെള്ളം ഉണ്ടായിരുന്നു. അത്രയും കൂടിയില്ല. അതെന്തിനാന്ന് ചോദിച്ചാൽ അദ്ദേഹത്താണ് 3-4 ക്യാമറയ്ക്ക് ഡിസ്ട്രിക്ട് ഒക്കെ മതി എന്നാണ് പറഞ്ഞത്. ഒരു കോള് വരുന്നുണ്ട്. പിന്നെ ആ ബോർവെല്ലിൻ്റെ എവിടെയും കണ്ട അങ്ങനെ മാർക്ക് ചെയ്തായിരുന്നു. മാർക്ക് കുറ്റിയടിച്ച് വെച്ചിട്ടുണ്ട്. മാർക്കിയുടെ കുറ്റിയടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാനുള്ള നോക്കണം. പിന്നെ 2 കൺട്രോളാണോ പറഞ്ഞേക്കുന്നത്? ഒറ്റ കൺട്രോളാണ് കാണിച്ചേക്കാം. ഒന്നുകൂടെ നോക്കാം. അല്ല ഫ്രണ്ട് ലൈറ്റ് സൂപ്പറായിരുന്നു. ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അരുൺ സാർ പറഞ്ഞേക്കുന്നത്. അരുൺ സാർ പ്രവചിച്ചേക്കുന്നത് ഇന്ന് മഴ കാണുമായിരിക്കും. എന്തായാലും
പെയ്യട്ടെ. ഇപ്പം നല്ല വെയിലുണ്ട്. നാരായണയുടെ പല്ലൊന്ന് കാണിക്കാൻ കൊണ്ടുപോകണം. കൂട്ടിക്കൽ ദന്താശുപത്രിയിൽ നരയൊക്കെ വരാൻ തുടങ്ങി. കണ്ടോ, ഇഷ്ടംപോലെ നരയുണ്ട്. അതൊക്കെ മൂടി വെച്ചേക്കുക. എന്തായാലും ആശുപത്രി വരെ ഒന്ന് പോയിട്ട് വരാം. നാരായണയുടെ മാമിയും അവിടെ വന്ന് നിൽക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും ഞാൻ എന്തായാലും പോയിട്ട് വരട്ടെ. ഇതൊരു എടുക്കാനുണ്ടോ? ഓ ഇല്ല. എടാ പോയിട്ട് വരാവേ കേട്ടോ. മര്യാദയ്ക്ക് അവിടെ ഇരുന്നോണം. വീടൊക്കെ നോക്കി. ഇപ്പം അവിടെ അടയ്ക്കാനുള്ള കാശെടുക്കും. അടയ്ക്കാനുള്ള കാശെടുക്കും. എങ്ങോട്ടുള്ള അവിടെ കൊടുക്കാനുള്ള പൈസ ഒക്കെ ഞാൻ പറയുന്നു. നീ കമ്മൽ ഇട്ടോണ്ട് വരുന്നത് അതുപോലെ തന്നെ ഞാൻ നീര് ഞാൻ ചുരിദാർ ഇടാൻ വേണ്ടി എടുത്തിട്ടതാ. നീ ഈ കമ്മൽ മേടിച്ചോ? എപ്പോഴേ ഓർത്ത് സത്യമായിട്ടും അത് വേറെ ജോലി കമ്മലും കൂടെ എടുത്ത് വെക്കട്ടെ. അത് എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതുപോലത്തെ യൂണിഫോം വിഷയം ഞാൻ പറയാവേ. ഇപ്പം ഞാൻ പറയാവേ. എനിക്ക് ഷേക്ക് മേടിച്ചു നാരായണ ഷേക്ക് മേടിച്ചു തരും. തരണം. എന്നാ വേണ്ട ബിരിയാണി മേടിച്ചു തരും. ബിരിയാണിയോ? നാളെ വീട്ടിലോട്ട് വരുവാണോ? വരുമല്ലേ? ശാമ്പളമ്മയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. ജയച്ചേച്ചനാ നാളെ പോവാ. അവരുടെ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞ് 3 മാസമേ ഉള്ളൂ. 6 മാസം കറക്റ്റ് 2 മാസമൊക്കെ ആണെങ്കിൽ ഓക്കെ. പിന്നെ അങ്ങേയറ്റം പോയ 5 മാസം. അതിനപ്പുറത്തേക്ക് കുറച്ച് കൊടുക്കണ്ട കേട്ടോ. നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത് വേറെ സ്ഥലം നോക്കാമെന്ന് പറഞ്ഞു. ഭയങ്കര ആളാ തിരക്ക്. നല്ല ഹോസ്പിറ്റലായത് കൊണ്ട് ആരുമില്ല. പോകാം. പക്ഷെ ജോമു അവിടെ ഇവിടെ ഇട്ടു. ശരിക്കും ജോമു അവിടെ പോയേ. ആ വേണ്ട ഇത് ഇച്ചിരി സ്റ്റാൻഡേർഡാണ് കണ്ടിട്ട്. അപ്പോളോണിയ ഇത് മനോജേട്ടൻ അനിയൻ. നിനക്കറിയാവോ? താഴത്തെ മനോജൻ്റെ. അയ്യോ ഇത് പകുതി ഷർട്ടിട്ട് വെച്ചേക്കുന്നത് ഇതല്ലേ? അരുൺ കുര്യൻ. എവിടെ നോക്കിയാലും ചേട്ടാടെ പേരേ ഉള്ളൂ ഭഗവാനെ. ചെരുപ്പൂരണോ? ഇവിടെ നല്ലല്ല. അതിന് 31 വയസ്സ്. സബിത സാബു. എടുത്ത് 85 90 39 69 47. ഈ പല്ലാണിച്ച് ഈ തിരിച്ചു താത്തേനെ ഇതിലൊക്കെ അടിക്കും സാധനം. ഇതിലേക്ക് അടിക്കാം. ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് പ്രസ് 50
50. 50 ലെഗ് ഇപ്പോൾ അടിക്കാൻ പോകുന്നത്. അപ്പോൾ 50 ഡൈ. എടുക്കുന്നത് തിരിച്ചു വെക്കണം, ഇത് പോകും. ഇത് മുറുക്കിയില്ലേ, ടൈറ്റാക്കില്ലേ, ഇതേ ഉള്ളൂ, ഒരു ആക്ഷൻ ഉണ്ടാവും. ടൈറ്റില്ല അടിച്ച് മേടിച്ചോ. ടക്കൊന്നര വെച്ചാൽ മറ്റേ ഒരു ഇതടിച്ചോ. എന്നാണ് പറയുന്നത്? ബ്ലൂബെറിയുടെ ഷേക്ക് കഴിച്ചു. എൻ്റെ അമ്മ നിർബന്ധിച്ച് മേടിപ്പിച്ചതാണ്. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞാണ്. നാരായണ ചേച്ചിയും കഴിച്ചു. എനിക്ക് പിന്നെ നിങ്ങളുടെ നിർബന്ധത്തിന് പ്രകാരം ഞാൻ ദേണ്ട കഴിച്ചു. നിങ്ങൾ ചിക്കൻ റോൾ സാൻഡ്വിച്ചും കഴിച്ചു, ഞാൻ സാൻഡ്വിച്ച് കഴിച്ചില്ല. കുട്ടപ്പായി കേൾക്കുന്നുണ്ടെങ്കിൽ ഇടയില്ല ഞങ്ങൾക്ക്, അല്ലെങ്കിൽ എപ്പോൾ കഴിച്ചാലും ചോദിച്ചാൽ മതി. കട കയറിയിട്ടുണ്ട്. ₹350 received on Google Pay. ഇത് കൊള്ളാം അല്ലേ? ഇത് കൂടെ ബസ്സാര മേടിച്ചോളൂ, നിങ്ങളുടെ വീട്ടിൽ കൊണ്ട്. ഏത്? അത് മറ്റേ ഈ ഡൈനിങ് ടേബിളിൽ അങ്ങനെ ഉണ്ടെന്നേ. ഞാൻ മേടിക്കുമായിരുന്നു. ഇതൊന്ന് തുറന്നു തന്നെ, ഇതൊന്ന് തുറന്നു. മേടിക്കുമ്പോൾ അത് മേടിച്ചേനെ. ഞാൻ നോക്കുന്നില്ല, കാരണം നീ മേടിക്കുന്നില്ലല്ലോ. അത് മേടിക്കുന്നു. ആ, ഈ അലമാരിയുടെ കാര്യമാണ് പറഞ്ഞു. ഞാൻ ഓ വേണ്ടടി, അത് ബാഗിലൊക്കെ അത്യാവശ്യമാണ്. ബസ്സില്ല. ഒരു നിങ്ങൾ ആദ്യം പഠിപ്പിക്കും, എന്നിട്ട് പഠിക്കും. നീ ആദ്യം സൈക്കിൾ ചവിട്ടാൻ പഠിക്കുക. സൈക്കിളും കാറും തമ്മിൽ ഒരു ബന്ധമില്ല. ഇല്ലേ? ഇല്ല, കാറിന് ബാലൻസ് വേണ്ട. പഠിച്ച് കയറി ഞാൻ കാറ് വിളിക്കണം. അലക്സ എന്ന് വിളിക്കുന്ന പോലെ കാറിൻ്റെ അടുത്ത് ഒരു അലക്സ വിറ്റ് ചെയ്യേ, എന്നിട്ട് സ്ഥലം പറഞ്ഞാൽ മതി. ഞാൻ സ്വിച്ച് ഇടുന്ന കാറ് മേടിച്ചോ. സ്വിച്ച് ഇടുന്ന കാർ അതിൽ മേടിച്ചില്ല ഇതിപ്പോൾ.
ഞാൻ പോലാൻ വീട്ടിൽ പോവാ. അല്ല ATM അല്ലേ, അമ്മ ATM അങ്ങോട്ട് വാ. ഇങ്ങനെയാണ് പച്ചക്കറി മേടിക്കുന്നത് കേട്ടോ. നീ ഒരു ക്രീമിൻ്റെ കാര്യം പറഞ്ഞായിരുന്നോ? അതിപ്പോൾ അവിടെ അടച്ച പൈസയുടെ കേസ് വരവില്ലേ? അവിടെ അടച്ച പൈസ വേണ്ട. എവിടെയാ? പല്ലിൻ്റെ. എന്നാ ഇത് കണ്ടോ, കോഴി കൂട്ടിന്ന് മുട്ട കിട്ടി. പോടാ 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 പോടാ. ഓ ചെവിതല്ല താടാ, എന്തുവാ ഇത്? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? മുട്ട അവിടെ ഇരിക്കട്ടെ. ഏത് കോഴിയിട്ട മുട്ടയാന്ന് ആർക്കറിയാം. മടുത്ത്. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ടല്ലോ. ഒന്നും വലിയ മഴയൊന്നുമില്ല, ചെറിയ ചാറ്റൽ മഴ. മഴ പെയ്യുമെന്നാണ് വിചാരിച്ചത്, നടന്നില്ല. മഴയില്ല, ഒന്നുമില്ല. പക്ഷെ മഴക്കാറുണ്ടായിരുന്നു, വേറെ പെയ്തില്ല. വേറെ എവിടെയെങ്കിലും പെയ്ത് കാണും. പിള്ളേരൊന്നും ഇല്ലാത്തത് കൊണ്ടൊരു സുഖമില്ല, ഉച്ചനക്കൊന്നുമില്ല. ഇന്ന് മഴ പെയ്തില്ല, കുട്ടിക്കാനത്ത് ചെറുതായിട്ടൊന്ന് ചാറി. TV കണ്ടിരിക്കാൻ തോന്നുന്നു.